ഹായ് എല്ലാവർക്കും സ്റ്റഡി മില്ല ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ പരീക്ഷ ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ പരീക്ഷയൊക്കെ ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിനോടനുബന്ധിച്ചിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്തേക്കുന്നത്. അതായത് ചാപ്റ്റർ 4 വരെയുള്ള ബിസിനസ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികളും പരമാവധി ഇത്രയെങ്കിലും, അതായത് ഞങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് അതെങ്കിലും പഠിച്ചിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ആദ്യം തന്നെ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറയുകയാണ്. കാരണം പ്ലസ് ടു പാസ്സാവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളിപ്പോൾ പരീക്ഷ എഴുതുന്നത്. അപ്പോൾ അതിൽ നല്ല വിജയം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് പഠിക്കണം, അതിനെ സംബന്ധിച്ചാണ് നമ്മളിന്ന് വീഡിയോ ഇട്ടേക്കണത്. നമ്മളിന്ന് ഇട്ടേക്കണ ബിസിനസ്സിൻ്റെ വീഡിയോ ആണ്. അതുപോലെ തന്നെ നമ്മൾ പല പല സബ്ജക്റ്റും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ചാപ്റ്റർ 1 എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. അപ്പോൾ ചാപ്റ്റർ 1 പേര് നമുക്കറിയാം, നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് 2, 3, 5 മാർക്ക് അങ്ങനെയുള്ള ലെവലിലാണ് ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഷോർട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആണ് മാനേജ്മെൻറ്റ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫീച്ചർ. അതെപ്പോഴും 3 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കുന്നതാണ്. അതായത് എന്താണ് മാനേജ്മെൻറ്റ്, അതിൻ്റെ ഫീച്ചർ എന്താണ്. ചിലപ്പോൾ അത് 5 മാർക്കിനായിട്ട് ചോദിക്കാൻ ചാൻസ് ഏറ്റവും കൂടുതലുള്ളതാണ്. നമ്മളിപ്പോൾ ഈ യൂട്യൂബ് വീഡിയോയിൽ ഇട്ടേക്കുന്ന ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടേക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഇത് നമ്മൾ ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും 2, 3, 5 മാർക്ക് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ എന്താണ് മാനേജ്മെൻറ്റ്, അതിൻ്റെ ഫീച്ചർ എന്താണ്, പരമാവധി നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോയിൻറ്റ്സ്, അതായത് ഒരു 3 മാർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം ചെറുതായിട്ടെങ്കിലും പോയിൻറ്റ്സ് എഴുതാൻ പാകത്തിന് വേണം പഠിക്കാനായിട്ട്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസിന് തന്നെ ഷോർട്ടായിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടെക്സ്റ്റ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് പോയി റെഫർ ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് 3 മാർക്കിനും 5 മാർക്കിനും. ഇതെപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. ഇത് കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത് 5 മാർക്കിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. ഇത് അത്രത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷേ ഇത് 2 മാർക്കിൻ്റെ സെറ്റിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ടത്. അതായത് ഇപ്പോൾ നമ്മൾ പരീക്ഷ എഴുതുന്നത് പാസ്സാവാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ പരമാവധി നമുക്ക് ബിസിനസ് പേപ്പറിന് എന്തോരം മാർക്ക് ആദ്യം തന്നെ പാസ്സാവാൻ നമുക്ക് വേണം എന്ന് നോക്കണം. അതനുസരിച്ചിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അതായത് ഇപ്പോൾ പ്ലസ് 1 മാർക്കൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തോരം മാർക്ക് കിട്ടിയാൽ നിങ്ങൾ പ്ലസ് 2 ബിസിനസ് സബ്ജക്റ്റ് പാസ്സാകും. ഇപ്പോൾ കുറച്ച് മാർജിനിലാണ് അതായത് ഒരു 13 മാർക്ക് മതിയോ നിങ്ങൾക്ക് പാസ്സാവാനായിട്ട്. അങ്ങനെ നിങ്ങൾ മാർക്ക് നോക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. എപ്പോഴും അതായിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാനേജ്മെൻറ്റ് ആസ് എ സയൻസ്. ഇത് 2 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ആ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ 2, 3 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ചാപ്റ്റർ 1 ബിസിനസ്സിൻ്റെ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പരമാവധി പരീക്ഷ എഴുതാൻ പോകുന്നവർ ഇത്രയും ക്വസ്റ്റ്യൻസ് എങ്കിലും ആ ചാപ്റ്ററിൽ നിന്ന് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കിതെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്താ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ് നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ചാപ്റ്ററിൽ എന്തോരം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്, അതിനെക്കുറിച്ചാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. പിന്നെ നെക്സ്റ്റ് അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററാണ് നമ്മളിപ്പോൾ എടുത്ത് വെച്ചേക്കുന്നത്. ഈ ചാപ്റ്ററിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് 5 മാർക്കിനും 8 മാർക്കിനും 3 മാർക്കും അങ്ങനെയാണ് നമ്മളിതുവരെ
കണ്ടിരിക്കുന്നത്. ഇത്രയും മാർക്കിനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ജസ്റ്റിന് പാസ്സാവാൻ, അതായത് ഒരു 18 മാർക്കൊക്കെ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും ഏത് ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ആ ചാപ്റ്ററിൽ പരമാവധി ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി നോക്കണം. എന്നാൽ മാത്രമേ നമുക്കതനുസരിച്ച് പാസ് മാർക്ക് അതിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ, അതായത് സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ പഠിച്ചാൽ നമുക്ക് കൂടുതൽ മാർക്ക് കിട്ടാം, എത്ര മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസാണ് അതിൽ നിന്ന് വരാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. പിന്നെ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പോകാം. അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. അത് 5 മാർക്കിനും 8 മാർക്കിനുമായിട്ടാണ് ചോദിച്ച് കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫയോൾ പ്രിൻസിപ്പിൾ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡയഗ്രാം ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ 8 മാർക്കിന് വരും. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ പരമാവധി അത് പഠിക്കാൻ വേണ്ടി നോക്കുക. കാരണം എപ്പോഴും എല്ലാവരും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഈ ഫയോൾ പ്രിൻസിപ്പിൾ എപ്പോഴും പെടാറുള്ളതാണ്. അപ്പോൾ ഈ ഫയോൾ പ്രിൻസിപ്പിളിൻ്റെ ഡയഗ്രാം ഉൾപ്പെടെ വേണം നിങ്ങൾ പഠിക്കാൻ നോക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ്. ഇത് 3 മാർക്കിനോ 5 മാർക്കിനോ വരാറുണ്ട്. അതെപ്പോഴും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ പരമാവധി നിങ്ങൾ മാർക്ക് 3 മാർക്കിന് 2 മാർക്കിനേക്ക് അത്യാവശ്യം കുറച്ചെങ്കിലും മാർക്ക് മേടിക്കാൻ നോക്കുക. അതായത് 1 മാർക്കെങ്കിൽ 1 മാർക്ക് അത് മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമുക്ക് എപ്പോഴും പാസ്സാവാനുള്ള നോക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതിന് എത്രത്തോളം മാർക്ക് വേണം. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യനും പരമാവധി സെയിം പേപ്പർ ആണെന്നുണ്ടെങ്കിൽ കൂടി എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ പരമാവധി അറ്റൻഡ് ചെയ്യാനെങ്കിലും നോക്കാം. എന്തെങ്കിലും അതായത് ഒരു ക്വസ്റ്റ്യൻ പോലെ നമ്മളെ വിട്ട് കളയരുത്. ചിലപ്പോൾ നമുക്ക് ഉത്തരം അറിയില്ലായിരിക്കും, എന്നാലും പരമാവധി നമ്മൾ ആ ക്വസ്റ്റ്യനിലെ നമ്പർ ഇട്ടിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്താണോ അറിയാവുന്നത് അതൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്കാലാർ ചെയിനാണ്. അത് 3 മാർക്കിനാണ് ചോദിച്ച് ഇതുവരെ കണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് ചാപ്റ്റർ 2-ൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ചാപ്റ്റർ 2-ലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ഫയോൾ പ്രിൻസിപ്പിൾ വിത്ത് ഡയഗ്രാം. ഇത് 2ഉം 8 മാർക്കിനൊക്കെ ചോദിക്കാം. അത് ഓരോ ആൾക്കാരുടെ എന്താ പറയുക, നമ്മൾ ലക്ക് എന്നുള്ള ഫാക്ടറും കൂടി നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ നമുക്ക് 8 മാർക്കിൻ്റെ സെറ്റിൽ വരാം. അപ്പോൾ ഇത് 2ഉം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ഇത് പഠിക്കാനായിട്ട്. അതുപോലെ 3ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ്. ദെൻ 4th വൺ സ്കാലാർ ചെയിൻ. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ചാപ്റ്റർ 2-ൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയെങ്കിലും പഠിച്ചിട്ട് വേണം നമ്മൾ ചാപ്റ്റർ 2 നമ്മുടെ ക്ലോസ് ചെയ്യാനായിട്ട്. ഇനി നെക്സ്റ്റ് പറയുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ 3, അതായത് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഈ ചാപ്റ്ററിന് എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ഇമ്പോർട്ടൻറ്റ് അതാണ് ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഈ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന്. അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ 2 മാർക്കിനും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇപ്പോൾ ഇതുവരെ എടുത്ത വീഡിയോസിൽ 1ഉം 2ഉം ചാപ്റ്റേഴ്സ് അത്യാവശ്യം ഇതിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 3 ചാപ്റ്റർ 3 വേണമെങ്കിൽ നമുക്ക് വിട്ട് കളയാം. അതായത് നമ്മുടെ മാർക്ക് അനുസരിച്ച്, അതായത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന 5 ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ 5 ചാപ്റ്ററിൽ നിന്ന് വരുമെന്നുണ്ടാവും. ഉണ്ടെങ്കിൽ നമുക്ക് പാസ്സാവാൻ പറ്റുമോ, അങ്ങനെ പഠിക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. അല്ലാണ്ട് പിന്നെ എല്ലാ ചാപ്റ്ററിൽ നിന്നും നമ്മൾ എന്തൊക്കെയൊക്കെ പഠിച്ചുകൊണ്ട് പോയിട്ട് അതൊന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നില്ലെങ്കിൽ പിന്നെ നമ്മളെന്താവും, ഫെയിലായി പോകും. അപ്പോൾ നമ്മുടെ അവസരം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പരമാവധി ഈ പരീക്ഷയുടെ അവസരം നമ്മൾ വേണ്ട രീതിക്ക് വിനിയോഗിച്ച് നല്ല മാർക്ക് മേടിക്കാൻ വേണ്ടി നോക്കണം. ഇനി നമ്മൾ ചാപ്റ്റർ 3 ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ കൂടുതൽ ചോദിച്ച് കണ്ടിരിക്കുന്നതാണ്. 3 മാർക്കിനും 5 മാർക്കിനായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡയമെൻഷൻ ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഇതും അതുപോലെ തന്നെ 3 മാർക്കിനും 5 മാർക്കിനായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസും ആ ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഷോർട്ട് നോട്ട്സ് ഈ ടെലിഗ്രാം ചാനൽ വഴി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി ടെക്സ്റ്റ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് റെഫർ ചെയ്തിട്ട്
അത്രയും പോയിൻറ്റ്സ് എങ്കിലും പരമാവധി എക്സാം പേപ്പറിൽ എഴുതാൻ വേണ്ടിയിട്ട് നോക്കണം. ഇനി ഈ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഈ 2 മാർക്കിനോ 3 മാർക്കിനോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിൽ കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ്, അതായിരിക്കും ചിലപ്പോൾ കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ പഠിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ചാപ്റ്റർ 3, അതായത് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. അത് 3 മാർക്കിനും അല്ലെങ്കിൽ 5 മാർക്കിനും ആയിട്ടാണ് നമ്മളിപ്പോൾ കൂടുതൽ കണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ് ആണ്. അത് 3 മാർക്കിനും 5 മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കാം. പിന്നെ ഉള്ളതാണ് 2 മാർക്കിൻ്റെ എന്തെന്ന് പറയുന്നത്, എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഇപ്പം 3ാമത്തെ ചാപ്റ്റർ വരെ അതിലെന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അതനുസരിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 3 ചാപ്റ്ററിൻ്റെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇനി പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോകാം. അതായത് നെക്സ്റ്റ് ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പം നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പ്ലാനിംഗ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഈ ചാപ്റ്ററിൽ 5 മാർക്കിൻ്റെയും 8 മാർക്കിൻ്റെയും 2, 3 അങ്ങനെ പല പല മാർക്കിനായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് എന്താണെന്ന്. അത് കുറേ ഇപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അത് പരമാവധി ചോദിച്ചിരിക്കുന്നത് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല 8 മാർക്കിനുമായിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് പ്ലാനിങ്, അതായത് പ്ലാനിങ്ങിൻ്റെ മീനിങ് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ്. ഇത് 3 മാർക്കിനും 5 മാർക്കിനുമായിട്ടാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും ചോദിക്കാം. അതായത് ലിമിറ്റേഷൻസ് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഫീച്ചേഴ്സ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ പ്ലാനിങ്ങിനെ കുറിച്ച് നമുക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. 3 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിനാണ് വന്നിരിക്കുന്നത്. 5 മാർക്കാണ് മാക്സിമം എന്ന് പറയാനുള്ള മാർക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള പോയിൻറ്റ്സ് പരമാവധി വളരെ ഷോർട്ടാക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പാസ്സാവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എന്തോരം പഠിക്കുന്നു, അതായത് കുറേ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൃത്യമായിട്ട് പഠിച്ചത് എന്തായാലും അത് ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ഫാക്ടറും കൂടി നമ്മൾ നോക്കണം. അപ്പം നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പഠിച്ചത് വൃത്തിയായിട്ട് പഠിച്ചു പോരുന്നിട്ട് എക്സാം എഴുതാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത് ടൈപ്പ് ഓഫ് പ്ലാൻസ് ആണ്. അത് നിങ്ങൾ ജസ്റ്റ് വെറുതെ ഡയഗ്രാമോ അതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സിന് കൊടുക്കണം. എന്താണ് പ്ലാനിങ്, ലിമിറ്റേഷൻ, ഇമ്പോർട്ടൻസ്, ഫീച്ചേഴ്സ്, അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ട്. അവസാനത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് പ്ലാൻസ് ആണ്. ഇത് 2, 3, 5 മാർക്കിനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്തേക്കുന്ന വീഡിയോ ചാപ്റ്റർ 1 തുടങ്ങി ചാപ്റ്റർ 4 വരെ ബിസിനസ്സിൻ്റെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പാസ് മാർക്കിലോട്ട് എത്താം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്, അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നാളെ ഇപ്പോൾ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയേക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി, അതനുസരിച്ച് ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് കിട്ടിയിരിക്കുന്ന ഈ അവസരം വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കുക. അപ്പോൾ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് അവരുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാൻ പറ്റട്ടെ. ജൂൺ മാസത്തിലാണ് എക്സാം ഉള്ളത്. സോ വെൽ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.